അതിന് മുന്നേയുള്ള ചില വർഷങ്ങളിലായിരിക്കും ചില ആൾക്കാർ ഇന്നും ഉണ്ടാവുക. അത് മെച്യൂറായി വരുന്ന കാലം മുതൽ അതിനെ ഓവർകം ചെയ്തിട്ടാണ് വീണ്ടും പുതിയൊരു വർഷത്തെ നമ്മൾ വെൽക്കം ചെയ്യുന്നത്. ബട്ട് ചില ബ്രേക്ക് ഡൗൺസ് നിന്ന് എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. അതിനെപ്പറ്റി കുറേ ആലോചിക്കുക, വീണ്ടും ആലോചിക്കുക, അതിനെപ്പറ്റി മാത്രം ആലോചിക്കുക. അധിക ബ്രേക്കപ്സിൻ്റെയും എൻഡിങ് തന്നെയാണ്. ആൻഡ് ഒരു ബ്രേക്കപ്പ് സംഭവിച്ചാൽ ദാറ്റ് വാസ് ദ എൻഡ്. ഒരു ഫെയിലിയർ വന്നാൽ ദാറ്റ് വാസ് ദ എൻഡ്. ഹേ ഓൾ, സോ 2023 ഓൾമോസ്റ്റ് കഴിയാറായല്ലേ? ഇനി ഒരു 3 months കൂടി. എത്ര വേഗം ഈ ഒരു കൊല്ലം പോയത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. ഇനി അടുത്ത പുതിയ വർഷം വരുമ്പോൾ കുറേ പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്നവരാണല്ലോ നമ്മൾ പൊതുവേ. എന്നിട്ട് നാളെയും കൂടി കഴിഞ്ഞിട്ട് നന്നാവാന്ന് പറയുന്ന ആൾക്കാരാണല്ലോ. അതിന് ഇന്നും കുറച്ച് ടൈമുണ്ടല്ലേ, 2024 ആവണ്ടേ? അത്രയും വരെ പോകണ്ട. അതിനു മുമ്പേ ഈ ഒരു വർഷം വിലയിരുത്താനുള്ള ടൈം ഓൾമോസ്റ്റ് ആയില്ലേ? ഈ ഒരു ഇയറിൽ നമ്മൾ എന്തൊക്കെ നേടി, എന്തൊക്കെ നമ്മളെ വിട്ടു പോയി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പോട്ടെ, ഈ ഒരു വർഷം നമുക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? മേ ബി ഉണ്ടാവും, ചിലപ്പോൾ ഇല്ലാതെയിരിക്കാം. പാസ്റ്റിൽ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ലൈക്ക് നമുക്ക് നഷ്ടമായ പലതും, സംതിങ് വി ഡോണ്ട് ഗെറ്റ് യെറ്റ്, സം ബാഡ് മെമ്മറീസ് ഹണ്ട് ചെയ്യുന്നുണ്ടാവും. നമ്മളിപ്പോൾ 2023 അതിന് മുന്നേയുള്ള ചില വർഷങ്ങളിലായിരിക്കും ചില ആൾക്കാർ ഇന്നും ഉണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പം കറക്റ്റായിരിക്കാം. തിങ്സ് ചേഞ്ച് ബട്ട് വി ഡോണ്ട്. ഓരോ വർഷവും നമ്മൾ ഹണ്ട് ചെയ്യുന്ന കുറേ ബാഡ് ഡേയ്സ്, കുറേ ബാഡ് മെമ്മറീസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഒന്ന് മെച്യൂറായി വരുന്ന കാലം മുതൽ അതിനെ ഓവർകം ചെയ്തിട്ടാണ് വീണ്ടും പുതിയൊരു വർഷത്തെ നമ്മൾ വെൽക്കം ചെയ്യുന്നത് വിത്ത് ന്യൂ ഹോപ്പ്. ദിസ് ഹോപ്പ് കീപ് us alive. ഇങ്ങനൊന്ന് മെച്യൂറായി വരുന്ന ടൈമിൽ തന്നെ പലതിനെയും ഓവർകം ചെയ്യാനുള്ള ഒരു കറേജ് നമ്മൾ നേടിയിട്ടുണ്ടാവും. ബട്ട് ചില ബ്രേക്ക് ഡൗൺസ് നിന്ന് എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. ആ ഒരു ലോസിൽ തന്നെ ജീവിക്കാമെന്ന് പറയും ഈ ഒരു പേർപ്പസിന്. ദേ ഡോണ്ട് നോ ഹൗ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഇങ്ങനൊരു ബ്രേക്ക് ഡൗൺസ് വന്നാൽ ആകെ അറിയുന്നൊരു കാര്യം അതിനെപ്പറ്റി കുറേ ആലോചിക്കുക, വീണ്ടും ആലോചിക്കുക, അതിനെപ്പറ്റി മാത്രം ആലോചിക്കുക. അധിക ബ്രേക്കപ്സിൻ്റെയും എൻഡിങ് തന്നെയാണ്. ലിവ് ഇൻ ഇറ്റ്. വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കഴിഞ്ഞു പോയ കാലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തത് ഈ കാറ്റഗറി തന്നെയാണ്. സോ ഡിയർ, ഇഫ് യു ഡോണ്ട് ലെറ്റ് ഗോ യുവർ പാസ്റ്റ്, യു വിൽ നെവർ മീറ്റ് യുവർ ഫ്യൂച്ചർ. ഇതൊക്കെ എത്ര കേട്ടാണല്ലേ. പാസ്റ്റിൽ ജീവിക്കില്ലാന്ന് ഞാൻ മെൻഷൻ ചെയ്തല്ലോ. അങ്ങനെ ഒരു ഫ്യൂച്ചറിന് വരാനില്ല, ദാറ്റ് വാസ് ദ എൻഡ് എന്ന പലരുടെയും മൈൻഡിൽ. ഒരു ബ്രേക്ക് ഡൗൺ വന്നാൽ ദാറ്റ് വാസ് ദ എൻഡ്. ഒരു ബ്രേക്കപ്പ് സംഭവിച്ചാൽ ദാറ്റ് വാസ് ദ എൻഡ്. ഒരു ഫെയിലിയർ വന്നാൽ ദാറ്റ് വാസ് ദ എൻഡ്. ഇങ്ങനെ ഇതാണ് ലൈഫിൽ എൻഡിങ് എന്ന് നമ്മൾ എത്ര പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട്. പാസ്റ്റിലെ ചില സ്ട്രഗിൾസ് ഫ്യൂച്ചറിൽ ഒരു ഗുഡ് ക്വാളിറ്റി പേഴ്സണായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റും, ബിക്കോസ് വി ലേൺ ഫ്രം ഇറ്റ്. ബട്ട് ഫ്യൂച്ചറേ ഇല്ലാന്ന് വിശ്വസിക്കുന്നൊരു മനുഷ്യന് എന്ത് ഗൈഡൻസ് അല്ലേ? സോ ലെറ്റ്സ് ചേഞ്ച് ഇറ്റ്. ഇറ്റ്സ് എ ന്യൂ ഇയർ, ന്യൂ ഡേ, ന്യൂ ഹോപ്പ്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ലൈഫിൽ ഓൾമോസ്റ്റ് ഫെയിലായെന്ന് സ്വയം ചിന്തിക്കുന്ന ചില ആൾക്കാർ, അല്ലെങ്കിൽ ലൈഫിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ചില ആൾക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പുതിയ പ്രതീക്ഷകളാണ്, ഓരോ സെക്കൻഡും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ്. ആ ഒരു ഹോപ്പ് തന്നെയാണല്ലോ നമ്മൾ ഓരോരുത്തരുടെയും ഓരോ ദിവസം. നമ്മൾ ഇന്നീ കാണുന്ന ഈ ലോകവും പല ആൾക്കാരുടെ പല പ്രതീക്ഷകൾക്കുള്ള ആൻസർ തന്നെയാണ്. സോ പാസ്റ്റ്, ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഡിഫൈൻ യുവർ ഫ്യൂച്ചർ. ആൻഡ് ചേഞ്ചസ്, ഇറ്റ് ഓൾവേസ് കംസ് ഫ്രം എ ബ്രോക്കൺ ഹാർട്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്കുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ചേഞ്ചസ് ആയിക്കൂടാ? സോ അതിന് 2024 വരെ പോകേണ്ട കാര്യമില്ലല്ലോ. So it's new year, new day, new hope. That's few minutes. Thanks for watching. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ദെൻ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്താൻ മറക്കണ്ട. ദെൻ പുതിയൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.